മനസ്സിൽ മാതാവിൻ്റെ ഗാനം കുരിശിൽ നിന്ന് ഞാൻ ഈ സ്വരം കേട്ടുവെന്ന കുരിശിൽ നിന്ന് ഞാൻ ഈ സ്വരം കേട്ടുവെന്ന ഗാനം ആലപിക്കുമ്പോൾ നമ്മുടെ കോൺസെക്രേറ്റഡ് ലൈഫ്, ആ കോൺസെക്രേഷൻ്റെ ഏറ്റവും വലിയ She was consecrated right from when she was in the womb of her mother. പരിശുദ്ധ അമ്മയുടെ ഗർഭത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ജന്മപാപം എടുത്തു മാറ്റി അമലോത്ഭവയായി പിറന്ന അമ്മയാണ് പുതിയ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാന തത്വം. പഴയ നിയമത്തിൽ ആരുടെയും ജന്മപാപം എടുത്തു മാറ്റാൻ ഒരു വ്യവസ്ഥിതി ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അബ്രാഹത്തെ കർത്താവ് അനുഗ്രഹിച്ചു. ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കുമെന്ന് പറഞ്ഞപ്പോൾ അബ്രാഹത്തിന് ദൈവം പാപമില്ലാത്ത ഒരവസ്ഥയാക്കി അബ്രാഹം അത് വിശ്വസിച്ചു. അതുകൊണ്ട് അബ്രാഹത്തിന് തൻ്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. നീതി, ദൈവനീതി എന്ന് പറയുന്നത് പാപിയെ ശിക്ഷിക്കുന്നതല്ല, പാപിയുടെ പാപം ദൈവം ഏറ്റെടുത്ത് രക്ഷിക്കുന്നതാണ്. മനുഷ്യനീതി എന്ന് പറയുന്നത് പാപിയെ ശിക്ഷിക്കണം. ഇതാണ് ഏറ്റവും പ്രധാന വ്യത്യാസം പഴയതും പുതിയതും തമ്മിലുള്ള. ആ പഴയ നീതി വേറെ ഒരു നിവൃത്തിയില്ലാതെ രക്ഷകൻ വരുന്നത് വരെ ജനം പാപത്തിൽ വീഴാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പാലകനായിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. എന്നാൽ പുതിയ നീതിയിൽ നമ്മൾ ഇന്നലെയും ഈശോ വള്ളത്തിൽ കയറിയ ഉടനെ എല്ലാം അത്ഭുതകരമായി മാറി. അതിനു മുമ്പ് പത്രോസ് പറഞ്ഞു, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. പഴയ നിയമത്തിൽ മനുഷ്യൻ്റെ അധ്വാനത്തിലൂടെയാണ് പാപത്തിൽ നിന്ന് അകറ്റുന്നു, കൽപ്പനകൾ പാലിക്കാൻ നിങ്ങൾ അധ്വാനിക്കണമെന്ന ഒരു വ്യവസ്ഥയായിരുന്നു. എന്നാൽ ആ അർത്ഥത്തിലാണ് ഈ വചനത്തെ നമ്മൾ കാണേണ്ടത്. ഞങ്ങൾ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. നമ്മുടെ അധ്വാനം കൊണ്ടല്ല കോൺസെക്രേറ്റഡ് ലൈഫ്. പരിശുദ്ധ അമ്മ അധ്വാനിച്ചിട്ടല്ല അമ്മയുടെ ജീവിതം വിശുദ്ധിയിലേക്ക് വന്നത്, മറിച്ച് എന്തുകൊണ്ടാണ്? കൃപയിലൂടെയാണ്. ദൈവം സൗജന്യമായി നൽകുന്ന കൃപ യേശുക്രിസ്തുവിലൂടെ, യേശുവിൻ്റെ പീഡാസഹനം, മരണം, സംസ്കാരം, ഉത്ഥാനം, അതിലൂടെയാണ് മനുഷ്യവംശത്തിന് മുഴുവനും കൃപ കിട്ടുന്നത്. നമ്മൾ പ്രാർത്ഥനയിൽ പല പ്രാവശ്യം പറഞ്ഞൊരു വാക്കുണ്ട്, അങ്ങയുടെ അഗ്രാഹ്യമായ കാരുണ്യം, അവിടുത്തെ അനന്തമായ കാരുണ്യം ഇല്ലേ? ആ കരുണയാണ് നമ്മുടെ കോൺസെക്രേറ്റഡ് ലൈഫിൻ്റെ നിദാനം. ആ അർത്ഥത്തിലാണ് പരിശുദ്ധ അമ്മയിൽ നിന്നാണ് ഈ കോൺസെക്രേറ്റഡ് ലൈഫ് ഉത്ഭവിക്കുന്നത്. ഷീ ഈസ് ദ മോഡൽ. മോഡൽ എന്നുള്ളതിന് മലയാളം എന്താ? മാതൃക. താങ്ക് യു. മാതൃക. റിഡംഡോറിസ് മാറ്റർ എന്ന രക്ഷകന്റെ അമ്മ എന്ന ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് വിശദമായി വർണ്ണിക്കുന്നുണ്ട്. മാതൃക, ക്രിസ്തീയ വിശുദ്ധിയുടെയും ആത്മധൈര്യത്തിൻ്റെയും മാതൃക. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മ, കാൽവരിയിൽ ഈശോയുടെ കുരിശും വഹിച്ചുകൊണ്ട് ഈശോ വേദന അനുഭവിച്ചു പോകുമ്പോൾ കൂടെ നടന്ന് നീങ്ങിക്കൊണ്ട്
ആ വേദനകളെല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ച് ഹൃദയത്തിൽ ഒരു വാള് കയറുമെന്ന വചനം പ്രവചനത്തെ പൂർത്തിയാക്കിക്കൊണ്ട് അത് സ്വീകരിച്ചു. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ അന്നുച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് സൂര്യൻ ഇരുണ്ടു. അത്രയ്ക്ക് പ്രതികരണമായിരുന്നു പ്രകൃതിയുടെ. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് സൂര്യൻ. ആ സൂര്യൻ പ്രതികരിച്ചു. യേശുവിനെ കുരിശിൽ തറച്ചു കൊന്നപ്പോൾ പാറ പിളർന്നു, പ്രേതാലയങ്ങൾ തുറന്നു, ഭൂമി കുലുങ്ങി. എന്നാൽ കുലുങ്ങാതെ അമ്മ സുതനോടൊപ്പം. ഇതാണ് ക്രിസ്തീയ ആധ്യാത്മികതയുടെ കരുത്ത്. മകനെ തൻ്റെ കൺമുമ്പിൽ വെച്ച് കുരിശിൽ തറച്ച് കൊല്ലുന്നത് കണ്ടിട്ടും കുലുങ്ങാതെ നിന്ന അമ്മ. സ്നേഹമുള്ളവരെ, ഇതാണ് നമുക്ക് കിട്ടേണ്ട കരുത്ത്. അവിടെ വെച്ചാണ് ഈശോ അത്ഭുതമായ വലിയൊരു രഹസ്യം, ഈ പുതുവീഞ്ഞ്, ഈ പുതിയ നിയമത്തിൻ്റെ അടപ്പ് തുറന്നു. അത് നിലയ്ക്കാത്ത ഒരു ഉറവ് പോലെ ഇങ്ങനെ ഭൂലോകത്തിലേക്ക് ഒഴുകി. പരിയത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും, അഥവാ ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഒഴുകിയ രക്തവും ജലവും സഭയ്ക്ക് ജന്മം നൽകി. എന്നാൽ ആ ജന്മം നൽകുന്നതിന് ഒരു അമ്മ വേണം, വിശ്വാസത്തിൻ്റെ അമ്മ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ ഗാനം ആലപിച്ചുകൊണ്ട് നമ്മുടെ വിശുദ്ധിക്കും നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തു കേന്ദ്രീകൃതമായ ആ കൃപയ്ക്കും വേണ്ടി ഈശോയുടെ ഈ വാക്ക് കേട്ട് നമുക്ക് അമ്മയെ സ്വീകരിക്കാം.